കണിക്കൊന്നയില്ലാതെ വിഷുപ്പുലരിയിൽ കണി കാണൽ പൂർണ്ണമല്ല എന്നാണ് സങ്കല്പം. കണിക്കൊന്നയുടെ ഐതിഹ്യം അറിഞ്ഞാലോ? ത്രേതായുഗത്തിൽ ശ്രീരാമസ്വാമി സീതാന്വേഷണത്തിന് പോയപ്പോൾ യാത്രാമധ്യേ സുഗ്രീവനുമായി സഖ്യം ചേർന്ന് ബാലിയെ ഒളിയമ്പു ചെയ്ത് കൊന്നത് ഒരു മരത്തിൻ്റെ പിന്നിൽ പറഞ്ഞു നിന്നാണെന്ന് കേട്ടിട്ടില്ലേ? അത് കൊന്ന മരമായിരുന്നു അത്രേ. അന്നു മുതൽ ഈ മരം കാണുമ്പോൾ എല്ലാവരും ബാലിയെ കൊന്ന മരം എന്ന് പറയാൻ തുടങ്ങി. പാവം ആ വൃക്ഷത്തിന് സങ്കടമായി. പിന്നീട് അതിനെ കൊന്ന മരം എന്നെല്ലാവരും വിളിച്ചു. മരം ശ്രീരാമസ്വാമിയെ തന്നെ സ്മരിച്ചു. ഭഗവാൻ പ്രത്യക്ഷനായി. ഒരു തെറ്റും ചെയ്യാത്ത താൻ കേൾക്കുന്ന അപവാദം പറഞ്ഞ് മരം സങ്കടപ്പെട്ടു. ഭഗവാൻ പറഞ്ഞു, പൂർവ്വജന്മത്തിൽ നീ ഒരു മഹാത്മാവിനെ തെറ്റിദ്ധാരണ മൂലം ചെയ്യാത്ത കുറ്റം ആരോപിച്ചു. പിന്നീട് സത്യം മനസ്സിലാക്കി ക്ഷമാപണം ചെയ്തുവെങ്കിലും ആ കർമ്മഫലം അനുഭവിക്കുക തന്നെ വേണം. ഈ നാമം നിന്നെ വിട്ടു പോകില്ല. എന്നാൽ എൻ്റെ 8ാം അവതാരമായ ശ്രീകൃഷ്ണൻ നിന്നെ അനുഗ്രഹിക്കും. സദാ ഈശ്വര സ്മരണയോടെ ഇരിക്കുക. ഭഗവാന്റെ വാക്കുകൾ ശിരസാ വഹിച്ചുകൊണ്ട് കൊന്നമരം ഈശ്വര ചിന്തയോടെ പിൽക്കാലം കഴിഞ്ഞു.